ഇത് വരുന്നത് നമുക്ക് 2011 ഹുണ്ടായി i10 ആണ്. സ്പോർട്സ് വേരിയൻ്റ് ആണ് പറഞ്ഞത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2,40,000 രൂപയാണ്. ഇത് വരുന്നത് 2014 സ്വിഫ്റ്റ് ഡിസയർ ആണ്. VXI മോഡലാണ് വരുന്നത്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ബ്രോ ഇത് വരുന്നത് നമുക്ക് 2015 വേഗനാറാണ്. LXI ഓപ്ഷനാണ് വരുന്നത്. പിന്നെ KL 01 വണ്ടിയാണിത്. ഇതിലും വേറെ മേജർ ആക്സിഡൻറ്റോ കിലോമീറ്ററോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 36,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഇത് വരുന്നത് 2017 ടിയാഗോ ആണ്. XZA ആണ് വരുന്ന വേരിയൻറ്റ്. ഓട്ടോമാറ്റിക് ആണ്, ഫുൾ ഓപ്ഷൻ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇത് വരുന്നത് 2017 ഹോണ്ട ജാസ് ആണ്. 1.2 i VTEC ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 38,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് 2020 സാൻഡ്രോ ആണ്, ന്യൂ സാൻഡ്രോ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 68,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് വരുന്നത് 2020 മഹേന്ദ്ര XUV 3W ആണ്. 59,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നതേ കാർ 24 എന്ന് പറയുന്ന ഷോപ്പിലാണ്. പരുത്തിക്കുഴി, തിരുവനന്തപുരം പരുത്തിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. അത്യാവശ്യം മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർക്ക് എടുക്കാനും എന്നാൽ SUV എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും. അത്രയ്ക്ക് നല്ല വണ്ടികൾ കിടപ്പുണ്ട്. പിന്നെ ഒരുപാട് പ്രത്യേകതകൾ. ഈ 500 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും അപാകതകളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയോ അല്ലെങ്കിൽ ആ വണ്ടി വേണ്ടായിരുന്നു തോന്നുകയൊക്കെ ചെയ്താൽ തിരിച്ചു കൊടുക്കാവുന്ന ഒരു ഷോപ്പ് കൂടിയാണ് ഈ ഷോപ്പ്. അതാണ് ഈ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇവർ എറണാകുളത്ത് ഉള്ളത് മാത്രമേ എനിക്കറിയാവുള്ളായിരുന്നു. അപ്പോൾ വേറെയൊക്കെ വലിയ ബ്രഹ്മാണ്ഡ സെറ്റപ്പുള്ള ടീംസാണ്. അതുകൊണ്ട് തന്നെ വണ്ടികളുടെ ക്വാളിറ്റിയും അതുകൊണ്ട് തന്നെ യാതൊരുവിധ വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നല്ല കുറേ വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ അത്തരം വണ്ടികൾ പ്രതീക്ഷിക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കിട്ടി തരാം. അപ്പോൾ വണ്ടികളുടെ വിലവിവരവും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി നമുക്ക് ഇവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് വന്നിട്ടുണ്ട്. പേരെങ്ങനെയാണ് ബ്രോ? എൻ്റെ പേര് അരുൺ. അരുൺ, ഈ സ്ഥാപനം കറക്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാമോ? കാർ 24 എറണാകുളം ടീമല്ല, പിന്നെ ഇതൊരു MNC ആണ്, മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഇന്ത്യ മൊത്തം ഉണ്ട്. പിന്നെ നമ്മുടെ 5 രാജ്യങ്ങളുണ്ട്: തായ്ലാൻഡ്, UAE, ഓസ്ട്രേലിയ, സൗദി. നമ്മളിവിടെ ട്രിവാൻഡ്രം യാർഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 months കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം നമുക്ക് കുറച്ചധികം വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഈ കാർ ഡീലിനെ പറ്റിയുള്ള ഒരു മറ്റുള്ള ഷോപ്പുകളായിട്ടൊക്കെ വളരെ വ്യത്യസ്തമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചുകൂടി ഒന്ന് പറഞ്ഞു. അതായത് നമ്മളെ മെയിൻ USPs എന്ന് പറയുന്നത് മേജർ ആക്സിഡന്റ്, കിലോമീറ്റർ ടാമ്പറിങ്, ഫ്ലഡ് അഫക്റ്റഡ് ആയ വണ്ടികളൊന്നും നമ്മൾ പ്രൊക്യൂർ എടുക്കാറില്ല. പിന്നെ നമ്മൾ 7 days റിട്ടേൺ പോളിസി കൊടുക്കുന്നുണ്ട്. 7 days കസ്റ്റമറിന്റെ വണ്ടി ഡെലിവറി എടുത്തതിന് ശേഷം 7 ദിവസം അല്ലെങ്കിൽ 500 കിലോമീറ്റർ വണ്ടി റിട്ടേൺ ചെയ്യാം. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വണ്ടി റിട്ടേൺ ചെയ്യാം. വേറെ വണ്ടി വേണോ കൊടുക്കും? വേറെ വണ്ടി പർച്ചേസ് ചെയ്യാം. കൊടുക്കും. പിന്നെ നമ്മൾ 140 ക്വാളിറ്റി ചെക്സ് കഴിഞ്ഞിട്ടാണ് വണ്ടികൾ എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ തിരുവനന്തപുരത്ത് എവിടെയായിട്ടാണ് ഈ ഷോപ്പ് കറക്റ്റ് സ്ഥിതി ചെയ്യുന്നത്? ട്രിവാൻഡ്രം നമ്മൾ ബൈപ്പാസിൽ പരുത്തിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇഞ്ചിക്കലിനടുത്ത് പരുത്തിക്കുഴി. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പൊ ഇവിടെ കാണിക്കാൻ പോകുന്ന വണ്ടികൾ എങ്ങനെ, എത്ര തുക തൊട്ടുള്ള വണ്ടികളായിരിക്കും? നമുക്കിപ്പോൾ ഇവിടെ നമുക്കിവിടെ എല്ലാം ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടികളേ ഉള്ളൂ. നമുക്കൊരു അറൗണ്ട് ഇപ്പോൾ ഒരു 1.5 ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 10-15 ലക്ഷം വരെയുള്ള വണ്ടികൾ ഇവിടെ ഇപ്പോൾ അവൈലബിൾ. 1.5 ലക്ഷം രൂപയുടെ വണ്ടി ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ടോ? ഇപ്പോൾ ഇവിടെ കറന്റ് കിടപ്പുള്ളത് ഒരു 1.89 രൂപ A-Star ആണ്. അവിടെ തൊട്ടാണ് ഇപ്പോൾ ഇവിടെ കറന്റ് കിടപ്പുള്ളത്. ബാക്കിയെല്ലാം സെയിലായി പോയത്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്നാലും വണ്ടികൾ നോക്കാം. ഓക്കെ, നമുക്ക് ഈ വരുന്ന വണ്ടി ഒരു 2017 ഗ്രാൻഡ് i10 ആണ്. ഗ്രാൻഡ് i10ന്റെ ആസ്ത മോഡലാണ് വരുന്നത്. ഫുൾ ഓപ്ഷനാണ്. ഈ വണ്ടി ആകപ്പാട് 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഈ വണ്ടിക്ക് പിന്നെ മേജർ ആക്സിഡന്റോ കിലോമീറ്റർ ടാമ്പറിംഗോ ഫ്ലഡ് എഫക്റ്റോ ഒന്നുമല്ല. അത് ഒരു വണ്ടിയല്ല ഇവിടെ ഉള്ളത്. ടയർ കണ്ടീഷനൊക്കെ എങ്ങനെയാണ്? ടയർ കണ്ടീഷനൊക്കെ ടയർ കണ്ടീഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ആപ്ലിക്കേഷനിൽ മെൻഷൻഡ് ആയിരിക്കും. ഇതെല്ലാം 50% മേളിൽ ടയർ ഉണ്ട്. എല്ലാ ടയറും 50%. ഒരു ടയർ 100% ഉണ്ട്. പുതിയ ടയറാണ്. എത്ര ചോദിക്കുന്നത്? ഈ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4 lakh. 4 ലക്ഷം. ഇത് വിലയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമുക്ക് ഡിസ്കൗണ്ട് എടുക്കാൻ പറ്റും. ഒരു കസ്റ്റമർ ഇൻട്രസ്റ്റ് ആയ ഒരു കസ്റ്റമർ നമ്മളെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കസ്റ്റമർ ടോക്കൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റും. അല്ല, ഇവിടെ ഇപ്പൊ കിടക്കുന്ന വണ്ടികളല്ലേ, ഈ എല്ലാ വണ്ടികളും 100% ലോൺ കിട്ടുന്ന വണ്ടികളാണോ? എല്ലാ വണ്ടിയും കസ്റ്റമറിന്റെ പ്രൊഫൈൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 100% വരെ ലോൺ ചെയ്യാൻ പറ്റും. എത്ര വർഷം ലോണും കാര്യങ്ങളൊക്കെ? ലോൺ നമുക്ക് 2016 തൊട്ടുള്ള വണ്ടികൾ 6 വർഷം വരെ ചെയ്യാം. അതിൽ നിന്ന് ബാക്കിലോട്ട് പോകുന്നവർ ഓരോ വർഷം വീതം കുറയും. 2016 തൊട്ടുള്ള വണ്ടികൾ 6 വർഷം വരെ ചെയ്യാം. പെർ ലാക്കിന് എങ്ങനെയൊക്കെയാണ്?
പറയില്ല, അത് കസ്റ്റമറിന്റെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്താണ് ഇവിടെ EMI. ഒരു കസ്റ്റമറിന്റെ പ്രൊഫൈലും ട്രാക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലും വണ്ടി കിട്ടും, 0 ഡൗൺ പേയ്മെന്റിലും വണ്ടി എടുക്കാം. കിട്ടും ബ്രോ. ഇത് വരുന്നത് നമുക്ക് 2015 വേഗനാറാണ്, LXI ഓപ്ഷനാണ് വരുന്നത്. പിന്നെ KL 0 വണ്ടിയാണിത്. ഇതിലും വേറെ മേജർ ആക്സിഡന്റോ കിലോമീറ്ററോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 36,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 36,000 ജെന്യൂൻ കിലോമീറ്റർ ആണ്. 3,94,000 രൂപയാണ് വണ്ടിയുടെ പ്രൈസ് വരുന്നത്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ടയർ കണ്ടീഷനും എല്ലാം അറൗണ്ട് ഒരു 70% എബോ ഉണ്ട്. ഇതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുമോ നിങ്ങൾ? നമ്മൾ കോസ്മെറ്റിക് സൈഡ് ഒന്നും ചെയ്യാറില്ല. ഇല്ല. മെക്കാനിക്കൽ സൈഡ് ഇപ്പോൾ ഒരു കസ്റ്റമർ ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് റെക്ടിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. കോസ്മെറ്റിക് സൈഡ് ഒന്നും ചെയ്യത്തില്ല. ഇത് വരുന്നത് 2012 റിറ്റ്സ് ആണ്. VDI ആണ് ഓപ്ഷൻ വരുന്നത്. അതായത് ഡീസൽ വേരിയന്റ് ആണ്. ഏകദേശം 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിയുടെ പ്രൈസ് വരുന്നത് 3,11,000 രൂപയാണ്. 1 ലക്ഷം ആവാറായില്ലേ? 1 ലക്ഷം കിലോമീറ്റർ ആവാറായി. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? കേട്ടില്ല. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇത് ടോപ്പ് വേരിയന്റ് ആണോ ഇറങ്ങിയ സമയത്ത്? ഇറങ്ങിയ ഡീസൽ ടോപ്പ് വേരിയന്റ്. ടയറൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സ് ഉണ്ട്. എത്ര ചോദിക്കുന്നത്? 3,11,000. 3,11,000. ഏതായിരുന്നു മോഡൽ? 2012. ഇത് വരുന്നത് നമുക്ക് 2011 ഹുണ്ടായി i10 ആണ്. സ്പോർട്സ് വേരിയന്റ് ആണ് പറഞ്ഞത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 2,40,000 രൂപയാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. 2,40,000. എത്ര രൂപ ഇറക്കാം? എങ്ങനെ? എത്ര രൂപ ഇറക്കാം ഈ വണ്ടി? ഡൗൺ പേയ്മെന്റ് അതൊരു കസ്റ്റമറിന്റെ പ്രൊഫൈലാണ്. ഇപ്പൊ ഈ ഒരു വണ്ടി ഒരു കസ്റ്റമർ ലോൺ ചെയ്യാൻ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫുൾ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ കസ്റ്റമറിന്റെ പ്രൊഫൈൽ ഓക്കെ ആയിരിക്കണം. കസ്റ്റമറിന്റെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ ഈ വണ്ടിക്ക് നമുക്ക് ഫുൾ ലോൺ ചെയ്യാം. നമുക്ക് പഴയ വണ്ടി ഇന്ന രീതി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അല്ലേ? അല്ലാതെ എല്ലാവർക്കും ഒരേപോലെ എന്നുള്ളതല്ല. ഓരോ ആൾക്കാരെ സിബില് ബാക്കി അവരുടെ ട്രാക്ക് കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള നല്ലൊരു പ്രൊഫൈൽ ഉള്ള അത് ട്രാക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈ വണ്ടിയാലും ഫുൾ ലോൺ ചെയ്യാം. ഇത് വരുന്നത് 2017 എലൈറ്റ് i20 ആണ്. മേഗ്ന വേരിയന്റ് ആണ് പറഞ്ഞത്. 76,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 4,72,000 ആണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നും ഇല്ല. ഈ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ചെയ്തതാണോ? ഇത് കസ്റ്റമർ തന്നെ ചെയ്തിരിക്കുന്നതാണ്. അതാണ് നമ്മൾ അതേ കണ്ടീഷനിൽ തന്നെയാണ് സെല് ചെയ്യുന്നത്. വൺ സൈഡ് ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഞാൻ നോക്കിയാൽ ഫ്രഷ് പോലെ കിടക്കണം. അതുകൊണ്ടാണ് ചോദിച്ചത്. ടയറൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സ് ഉണ്ട്. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് i20 എന്ന് പറയുന്നത് നമുക്ക് സിറ്റി റൈഡ് ഒരു 12+ കിട്ടും. പെട്രോൾ അല്ലേ ഇത്? പെട്രോൾ വേരിയന്റ്. അപ്പോൾ ഒരു 15-16 അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അത് പ്രതീക്ഷിച്ചാൽ മതി ലോങ്. നമുക്ക് ഇത് വരുന്നത് 2015 എലൈറ്റ് i20 ആണ്. ആസ്ത വേരിയന്റ്. അത് ഫുൾ ഓപ്ഷൻ ആണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടിയുടെ പ്രൈസ് വരുന്നത് 5,19,000 രൂപയാണ്. ടോപ്പ് വേരിയന്റ്. വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ഫുള്ള് സർവീസ് ഒക്കെ ചെയ്തിട്ടേക്കാണോ? നമ്മൾ ഒരു വണ്ടി പ്രൊക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റീഫർബിൽ പോയി വണ്ടിയുടെ ഓയിൽ ഫിൽറ്റർ എല്ലാം ക്ലീൻ ചെയ്തേ വരത്തുള്ളൂ. അല്ലെ നമ്മൾ കസ്റ്റമറിന് പർച്ചേസ് ചെയ്ത് അതേപോലെ നമ്മൾ സെല്ല് ചെയ്യില്ലേ. അങ്ങനെ മെക്കാനിക്കൽ പാർട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ട്. വേറെ അപകടങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. എത്ര ചോദിച്ചാൽ? 5,19,000 രൂപ. ഈ പറയുന്ന തുകയെല്ലാം നെഗോസിയേഷനും കാര്യങ്ങളും ഉള്ളതല്ലേ? ചെറിയ രീതിയിലുള്ള നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ കാണും. ചെറിയ തോതി നമുക്കത് അപ്ലൈ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് വരുന്നത് 2017 എലൈറ്റ് i20 സ്പോർട്സ് വേരിയന്റ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർ ആണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 5,27,000 രൂപയാണ് നമ്മുടെ പ്രൈസ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് ഈ വണ്ടി വരുന്നത്. സെക്കൻഡ്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ല. പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാർസ് 24ന്റെ ആപ്ലിക്കേഷൻ ഒന്ന് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറി ഡൗൺലോഡ് ചെയ്താൽ മതി. വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ്, വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി, വണ്ടിയുടെ ടയർ ലൈഫ്, എന്തൊക്കെ പാർട്സ് റീപ്ലേസ്മെന്റ് ഉണ്ട്, റീപെയിന്റ് ഉണ്ടോ, വണ്ടിക്ക് എന്തൊക്കെ ഇൻപെർഫെക്ഷൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആപ്ലിക്കേഷനിൽ കിട്ടുന്നതാണ്. ആപ്പിൽ എല്ലാ ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും കിട്ടും. ഇത് എത്ര ചോദ്യം എത്ര ഈ വണ്ടിയിലെയോ? 5,27,000. 5,27,000 സ്പോർട്സ് വേരിയന്റ്. ഇപ്പോൾ ഇത് വരുന്നത് 2014 i10 ആണ്. സ്പോർട്സ് വേരിയന്റ് ആണ് പറഞ്ഞാൽ. ഫസ്റ്റ് ഓണർ ആണ്. 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 3,13,000 രൂപയാണ്. ഈ 57,000 കിലോമീറ്റർ എന്ന് പറയുന്നത് ജെന്യൂൻ കിലോമീറ്റർ ആണ്. നിങ്ങൾക്ക് സർവീസ് ഹിസ്റ്ററി എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. എല്ലാം ഉള്ളതാണ്. ഇത് സർവീസൊക്കെ കമ്പനി തന്നെ ഉള്ളതാണോ? ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കത് ആപ്പിൽ നോക്കിയാലേ അറിയാൻ പറ്റും. ആപ്പിൽ നോക്കിയാൽ അതെ, സർവീസ് ഒക്കെ ചെയ്തിരിക്കുന്നത് കമ്പനി തന്നെയാണ്. എത്ര ചോദിക്കുന്നത്?
313. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇത് വരുന്നത് 2020 ടാറ്റ ഓൾട്രോസ് ആണ്. എക്സിസ്റ്റഡ് വേരിയൻ്റ് ആണ്. ഇത് ആകപ്പാടെ 13,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 6,35,000 രൂപയാണ്. ഇതെങ്ങനെ ടോപ്പാണോ? ടോപ്പല്ല, ടോപ്പിന് തൊട്ട് താഴെ വരുന്ന റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതൊരു ന്യൂ വണ്ടി എടുക്കുന്ന അതേപോലെ തന്നെയാണ്. 13,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല ടയേഴ്സാണ്, കുഴപ്പമില്ല. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. എത്ര ചോദ്യം? 6,35. ഇത് ഇറങ്ങിയ സമയത്ത് എന്തുകൊണ്ടെന്ന് അറിയാം? ഇറങ്ങിയ സമയത്തുള്ള പ്രൈസ് ബ്രോ ഇത് ഏകദേശം ഒരു 10 അടുപ്പിച്ച് വരുന്നുണ്ട്. 10 അടുപ്പിച്ച്. ഇത് വരുന്നത് 2022 നിസാൻ മാഗ്നറ്റ് ആണ്. എക്സൽ വേരിയന്റ് ആണ് വരുന്നത്. ഫസ്റ്റ് ഓണർ ആണ്. 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 41. ഇതിന്റെ പ്രൈസ് വരുന്നത് 6,87,000 രൂപയാണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. റീപ്ലേസ്മെന്റോ റീപെയിന്റോ ഒന്നുമില്ല വണ്ടി. ഒന്നുമില്ല. ടോപ്പ് വേരിയന്റ് ആണോ ഇത്? അല്ല, ടോപ്പ് വേരിയന്റ് അല്ലേ ഇത്. മിഡിൽ. ഓക്കെ. ടയർ ആവറേജ് ടയർ ഉണ്ട്, കുഴപ്പമില്ല. സ്റ്റോക്ക് ടയർ തന്നെയാണ് വരുന്നത്. അതെ. ഇത് നമുക്കിപ്പോൾ നിങ്ങളുടെ ഇതിനകത്ത് ചോദിക്കാനും പറ്റത്തില്ലല്ലോ എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാന്നുള്ളത്. അവരവരുടെ പ്രൊഫൈലിനെ വെച്ചല്ലേ പറയാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് മൈലേജ് ഒക്കെ എന്താണ് ഈ വണ്ടിയുടെ? ഇത് 1 ലിറ്റർ എഞ്ചിനാണ്. നല്ല മൈലേജും കിട്ടും. പെട്രോൾ അല്ലേ? പെട്രോൾ. ഒരു 20 ഒരു 17 എന്തായാലും കിട്ടും. ഇത് വരുന്നത് 2019 ഹോണ്ട സിറ്റിയാണ്. 1.5 ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ടോപ്പ് എൻഡ് ആണ്. ഇതിന്റെ നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 10,37,000 രൂപയാണ്. ഫസ്റ്റ് ഓണർ ആണ്. ടോപ്പ് എൻഡ് എന്ന് പറയുമ്പോൾ സൺറൂഫ് ഉൾപ്പെടെ വരുന്ന മോഡൽ. സൺറൂഫ് ഉള്ള മോഡൽ. ഓട്ടോമാറ്റിക്കാ. മൈലേജ് എന്താണ്? മൈലേജ് ഓട്ടോമാറ്റിക് ഒരു 12+ നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ. ടയർ കണ്ടീഷനൊക്കെ ആവറേജ്. ഇവിടെ മഴ പെയ്ത് ചെളിയായ കാരണം ചില ടയേഴ്സ് ഒന്നും കാണാൻ വയ്യ. പക്ഷേ ഇതിലെല്ലാം ഒരു 50% എബോ ടയർ ഉണ്ട് കേട്ടോ. ഉണ്ട്. നമ്മൾ ആപ്പിൽ മെൻഷൻഡ് ആണത്. ഓക്കെ. എത്ര ചോദിച്ചാൽ? 10,37,000. ഡീസൽ അല്ലേ? പെട്രോൾ. ഇത് വരുന്നത് 2019 സ്കോഡ റാപ്പിഡ് ആണ്. 1.6 ആണ്. ഇതും റാപ്പിഡിൽ തന്നെ ടോപ്പ് എൻഡ് ആണ് വരുന്നത്. പെട്രോൾ ആണല്ലേ? ഇത് പെട്രോൾ വേരിയന്റ് ആണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 65,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 7,45,000 രൂപയാണ്. നല്ല നീറ്റ് നീറ്റ് വണ്ടിയാണ്. ഇതിനെല്ലാം ഏകദേശം 80% ടയർ ലൈഫ് ഉണ്ട് കേട്ടോ. എത്ര ചോദിച്ചേ? ആസ്കിംഗ് പ്രൈസ് 7,45,000. ഇതൊക്കെ ഇറങ്ങിയ സമയത്ത് എന്താണ്? ഇത് ഇറങ്ങിയ സമയത്ത് എങ്ങനെ ഒരു 14 ലക്ഷത്തിന് വെളിയിൽ കാണും. മൈലേജ് ഒരു 13-14. ഇത് വരുന്നത് 2016 വോക്സ്വാഗൻ വെൻഡോ ആണ്. കംഫർട്ട് ലൈനാണ് വരുന്നത്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 5,54,000 രൂപയാണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ബാക്കി റീപെയിന്റ് പാർട്സ് ഒക്കെ നമ്മൾ ആപ്പിൽ മെൻഷൻഡ് ആണ്. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആപ്ലിക്കേഷനിൽ മെൻഷൻ. നമ്മളിപ്പോൾ ഒരു മാന്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു വിടുന്നു. അത്രേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഒരു കസ്റ്റമറിന് എല്ലാം കിട്ടും. ഒരു വണ്ടി കാണുന്ന കണക്കുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ആപ്ലിക്കേഷനിലൂടെ കിട്ടും. ഓക്കെ. 5,54,000. മൈലേജ് എന്തോ കിട്ടും? മൈലേജ് ഓട്ടോമാറ്റിക് ആണ്. വോക്സ്വാഗൻ ആണ്. ഒരു 12. ഡീസൽ അല്ലേ? പെട്രോൾ ആണ്. അപ്പോൾ അത്രയൊക്കെ പ്രതീക്ഷിച്ചു. ഇത് വരുന്നത് 2019 അമേസ് ആണ്. അമേസിന്റെ ഫുൾ ഓപ്ഷൻ ആണ് ഇത് വരുന്നത്. 24,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 6,42,000 രൂപയാണ്. കിലോമീറ്റർ ജെനുവിൻ തന്നെയാണോ? കിലോമീറ്റർ ഒക്കെ ജെനുവിൻ തന്നെയാണ്. നിങ്ങൾക്ക് സർവീസ് ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. വണ്ടി എല്ലാം നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. റീപ്ലേസ്മെന്റോ റീപെയിന്റോ ഒന്നുമില്ല. ഇതെങ്ങനെ ടോപ്പ് വേരിയന്റ് ആണോ? ടോപ്പ് വേരിയന്റ് ആണ്. പെട്രോൾ വേരിയന്റ്. മൈലേജ് എന്താണ്? മൈലേജ് ഇത് അമേസ് ഒക്കെ ഒരു 17 ഒക്കെ നമുക്ക് സിറ്റി യൂസ് ചെയ്യാൻ കിട്ടും. ഇത് വരുന്നത് 2014 സ്വിഫ്റ്റ് ഡിസയർ ആണ്. VXI മോഡലാണ് വരുന്നത്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 4,31,000 രൂപയാണ്. സെക്കൻഡ് ഓണർ ആണ്. ഇല്ല. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. പവർ വിൻഡോ. ടയറൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സാണ്. ഇതിപ്പോൾ നിങ്ങളെ സർവീസ് ഒക്കെ ചെയ്തല്ലേ കൊടുക്കത്തുള്ളൂ? സർവീസ് ഒക്കെ ചെയ്ത് ഫുൾ ക്ലീൻ ആക്കിയേ കൊടുക്കത്തുള്ളൂ നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നേരത്തെ ഈ മഞ്ഞിപ്പായിട്ടുള്ളത്. അല്ല, അത് നമ്മൾ ചെയ്ത ബാക്കി വണ്ടിയുടെ കോസ്മെറ്റിക് സൈഡാണ് അതൊക്കെ വരുന്നത്. മെക്കാനിക്കൽ സൈഡാണ്. അത് മാത്രമേ ചെയ്തുള്ളൂ. ഇത് വരുന്നത് 2017 ടിയാഗോ ആണ്.
XZ ആണ് വരുന്ന വേരിയൻറ്റ്. ഓട്ടോമാറ്റിക് ആണ്, ഫുൾ ഓപ്ഷൻ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 46,000 ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. അപാകതകളായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മേജർ ആക്സിഡന്റ് അങ്ങനെ മേജർ ആക്സിഡന്റോ ഒന്നുമില്ല വണ്ടിക്ക്. ഒന്നുമില്ല. ഇല്ല. ഓക്കെ, എത്ര ചോദ്യം? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 5,14,000 ആണ്. 5,00,000. എല്ലാ ടയറും ഒരു 80% മേളിലുണ്ട്. ഡോറൊക്കെ എന്തുവാടെ, എന്തൊരു കട്ടി. പുത്ത വണ്ടി പോലെ തന്നെ ഇരിക്കണ. നിർത്തി പറയാന്ന് വിചാരിക്കരുത്. പുത്ത തന്നെയാണ്. ഭയങ്കര ബലം. വേറെ അപാകതയുള്ള കാര്യങ്ങൾ ഇല്ല. ഇത് 2020 സാൻഡ്രോ ആണ്, ന്യൂ സാൻഡ്രോ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 68,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 4,54,000 രൂപയാണ്. ഏത് വർഷമായിരുന്നു? 2020. 4,54,000 രൂപയാണ് വരുന്നത്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം കൊള്ളാം. നല്ല ടയർ കണ്ടീഷൻ. ടയർ എല്ലാം ഒരു 50% മേളിൽ വരുന്നുണ്ട്. അതിൽ ഒരു 14-15 ആ റേഞ്ച് അല്ലേ മൈലേജ്? അത്രേ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? 4,54,000. ഇത് വരുന്നത് 2017 ടാറ്റ ടിയാഗോ ആണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 61,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. നമ്മൾ ആസ്കിംഗ് പ്രൈസ് പറഞ്ഞത് 4,15,000, 4,15,000 രൂപ. കിലോമീറ്റർ എന്തോ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 61,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ. ഈ ടയറൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സാണ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ഇത് വരുന്നത് 2017 ഹോണ്ട ജാസ് ആണ്. 1.2 i VTEC ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 38,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 38,000. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 6,93,000 രൂപയാണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ. റീപ്ലേസ്മെന്റ്സ് ഇല്ല. വണ്ടിയൊക്കെ നല്ല വൃത്തിയാക്കി കണ്ടീഷനാക്കി ഇട്ടേക്കുവാണ്. ഇത് ടോപ്പ് വേരിയന്റ് ആണോ? ഇത് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കാണ്. ഓക്കെ, ടയറൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സാണ്. ഇവിടെ ഈ കാണിക്കുന്ന ഈ സ്ക്രാച്ച് ഒക്കെ നിങ്ങളുടെ ആപ്പിനകത്ത് കാണിക്കൂ? ഇതെല്ലാ കാര്യങ്ങളും, ഇതിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ആപ്ലിക്കേഷനിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. എത്ര ചോദിച്ചേ? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 6,93,000 രൂപയാണ്. ഓട്ടോമാറ്റിക് വെഹിക്കിൾ. നെഗോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് നെഗോസിയേറ്റ്. ഇത് വരുന്നത് 2020 മഹേന്ദ്ര XUV 3W ആണ്. 59,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 8,34,000 രൂപയാണ് വണ്ടിയുടെ പ്രൈസ് വരുന്നത്. ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ഏകദേശം 14 ലക്ഷം രൂപയ്ക്കുള്ളിൽ വണ്ടിക്ക് വിലയുണ്ട്. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. വണ്ടിക്കൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മൈലേജൊക്കെ അറൗണ്ട് ഒരു 14 ആ റേഞ്ച് കിട്ടും നമുക്ക്. ഓക്കെ, ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്, കുഴപ്പമില്ല. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എത്ര ചോദിക്കുന്നത്? 8,34,000. 8,34,000. നല്ല സിവിലുള്ളവൻ വന്നാലും കുറച്ച് പൈസയൊക്കെ ആദ്യം ഇടേണ്ടി വരും. ഇല്ല, നല്ല സിവിലുള്ളവർ ഇത് 0 ഡൗൺ പേയ്മെന്റ് കിട്ടും. ഇതും കിട്ടുമോ? എല്ലാ വണ്ടി എത്ര രൂപയാണെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് കിട്ടും. കസ്റ്റമർ ആ EMI അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ അതിന് 0 ഡൗൺ പേയ്മെന്റ് കിട്ടും. ഇത് വരുന്നത് 2022 ഹുണ്ടായി വെന്യൂ ആണ്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 11,50,000 രൂപയാണ്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. വെറും 11,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് പിന്നെ IMD ഗിയർ ബോക്സ് ആണ്. ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ആണ് ഇതിൽ വരുന്നത്. സീറ്റൊക്കെ നല്ല പുത്തൻ. 11 ഓടിയോളൂ. അതെ, 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതിന്റെ വൃത്തി വണ്ടിയിൽ കാണാനും ഉണ്ട്. പിന്നെ IMD ഗിയർ ബോക്സ് ആണ്. മാനുവലും അല്ല ഓട്ടോമാറ്റിക്കും അല്ല, IMD ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇത് മൈലേജ് എന്താണ്? അപ്പം മൈലേജ് വെന്യൂ ഒക്കെ നമുക്കൊരു 13-14 ഒക്കെ കിട്ടും. അത്രേ ഉള്ളൂ. പെട്രോൾ വേരിയന്റ്. അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാത്തരം വണ്ടികളും കണ്ടല്ലേ, കൂടിയതും കുറഞ്ഞുമായ ഈ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഒന്നും ആക്സിഡൻറ്റ് കേസും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ആപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാവും. അതേപോലെ ഇപ്പം നമ്മൾ പറയത്തില്ലേ, ചില ആൾക്കാർ നമ്മൾ ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് വില എന്ന് ചോദിക്കുമ്പം അവർ പറയുന്നൊരു വില നിങ്ങൾ പറയാറുണ്ട്, അത് കറക്റ്റ് അല്ലെന്ന്. അപ്പോൾ അതൊക്കെ നോക്കാനും ഈ ആപ്പ് വഴി നമുക്ക് പറ്റും. നമുക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്പാണ്. എല്ലാ കാര്യങ്ങളും സുതാര്യമാണ് എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകതയായിട്ട് അവർ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും വിശ്വസിച്ച് വന്ന് വണ്ടി എടുക്കാവുന്ന നല്ലൊരു ഷോപ്പാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം വണ്ടികൾ കണ്ടപ്പോൾ എനിക്കും കൊള്ളാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വിശ്വസിച്ച് നിങ്ങൾക്ക് വന്ന് ധൈര്യമായിട്ട് വണ്ടികൾ എടുക്കുക. പക്ഷേ യൂസ്ഡ് വണ്ടിയാണ്, ഒരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ബോധിച്ച് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.